നിക്ഷേപകർക്കെതിരെ ഭീഷണിയുമായി കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇരിങ്ങാലക്കുട ITU ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേട് വിഷയത്തിലാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഭീഷണി മുഴക്കിയത്. ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടന്ന സമയത്തെ പ്രസിഡന്റായിരുന്ന MP ജാക്സൺ പൊതുപരിപാടിയിലെത്തിയപ്പോൾ നിക്ഷേപകരിൽ ചിലർ കൂക്കി വിളിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കോൺഗ്രസിന്റെ ഭീഷണി. കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇരിഞ്ഞാലക്കുട ITU ബാങ്കിൽ വഴിവിട്ട രീതിയിൽ നിക്ഷേപങ്ങൾ നൽകിയതിനെ തുടർന്നാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായത്. മാസങ്ങൾ ഏറെയായി നിക്ഷേപകർക്ക് തങ്ങളുടെ തുക പിൻവലിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ നിക്ഷേപകർ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റും നിലവിലെ ഇരിഞ്ഞാലക്കുട നഗരസഭ ചെയർപേഴ്സണുമായ MP ജാക്സൺ പങ്കെടുത്ത പൊതുപരിപാടിക്ക് നേരെ നിക്ഷേപകർ കൂകി വിളിച്ചത്. ഇതിൽ പ്രകോപിതരായ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് ഭീഷണി മുഴക്കിയത്. MP ജാക്സനെ പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ വൈകാരികമായി പ്രതികരിച്ചാൽ പാർട്ടി അതിലിടപെടില്ല എന്നായിരുന്നു ഭീഷണി. കായികമായി നേരിടുന്ന പറഞ്ഞിട്ടില്ല, അത് പ്രവർത്തകർക്ക് എങ്ങനെയാണ് തോന്നണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിൽ പാർട്ടിയെ അപമാനിക്കാനോ അവഹേളിക്കാനോ പാർട്ടി നേതാക്കളെ ആവശ്യമില്ലാതെ അവഹേളിക്കാനോ വന്ന പാർട്ടി കയ്യും കെട്ടി മിണ്ടാണ്ട് ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കുന്ന ഇനി ധരിക്കണ്ട എന്ന് മാത്രം പറയാൻ ഞങ്ങൾ ഈ യോഗം വെച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം RBIയുടെ നിയന്ത്രണത്തിലാണ് ബാങ്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിലധികമായി നിക്ഷേപം പിൻവലിക്കാൻ നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണം 1 വർഷത്തേക്ക് കൂടി നീട്ടാനാണ് സാധ്യത. ഇതോടെ നിക്ഷേപകർ ബാങ്കിലെത്തി പ്രതിഷേധിച്ചിരുന്നു. MP ജാക്സണ് ഇപ്പോൾ ബാങ്കുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.